ഹലോ ഗൈസ്, എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പുതിയൊരു അടിപൊളി എയർ ഡ്രോപ്പ് ഓപ്പർച്യൂണിറ്റിനെ കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത് എതേറിയത്തിൻ്റെ മറ്റൊരു ലെയർ 2 ആയിട്ടുള്ള മോഡ് നെറ്റ്വർക്കാണ്. സോ ഇവർ അത്യാവശ്യം നല്ല രീതിയിൽ എയർ ഡ്രോപ്പ് ഭാവിയിൽ നമുക്ക് തരാനുള്ള സാധ്യതയുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എങ്ങനെ മോഡ് നെറ്റ്വർക്കിൽ എയർ ഡ്രോപ്പ് ഫാമിംഗ് ചെയ്യാമെന്നാണ് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. ഈ വർഷം Q1ഉം Q2ലും ഒട്ടനവധി പ്രൊജക്റ്റുകൾ മാർക്കറ്റിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. അവരൊക്കെ നല്ല രീതിയിൽ എയർ ഡ്രോപ്പും തരാനുള്ള സാധ്യതയും ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ അത്രയും തുല്യമായിട്ടുള്ള ഇമ്പോർട്ടൻസ് നിങ്ങൾ എയർ ഡ്രോപ്സിനും കൊടുക്കണം. റീസെൻ്റ്ലി നമ്മുടെ ചാനലിൽ നോക്കിയാൽ അറിയാം, നമ്മൾ മാർക്കറ്റ് അപ്ഡേറ്റ്സുകളും കാര്യങ്ങളൊന്നും അധികം ചെയ്യാറില്ല. കണ്ടിന്യൂസ് ആയിട്ട് എയർ ഡ്രോപ്പിൻ്റെ വീഡിയോസാണ് ചെയ്യുന്നത്. സോ മാക്സിമം എല്ലാ എയർ ഡ്രോപ്പിലും നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഫ്രീ ആയിട്ടുള്ളതിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പം മെയിൻ നെറ്റിലുള്ള എയർ ഡ്രോപ്സ് ഏതൊക്കെയാണോ അതിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നമുക്ക് ഫ്രീ എയർ ഡ്രോപ്സിൽ നിന്ന് കിട്ടുന്നതിനെക്കാട്ടൊക്കെ മൾട്ടിപ്പിൾ മടങ്ങ് റിട്ടേൺസ് ആയിരിക്കും നമുക്ക് പൈസ മുടക്കിയിട്ടുള്ള അല്ലെങ്കിൽ റിയൽ മണി ഇൻവോൾവ് ആയിട്ടുള്ള എയർ ഡ്രോപ്സിൽ കിട്ടാനായിട്ട് പോകുന്നത്. റീസെൻ്റ്ലി നമ്മൾ നോക്കുകയാണെങ്കിൽ ആർബിട്രം ഒക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നതായിരിക്കും. ഗ്യാസ് ഫീസൊക്കെ കൊടുത്തതിനേക്കാട്ടും എത്രയോ ഇരട്ടി റിട്ടേൺസ് ആണ് അങ്ങനെ പല പ്രൊജക്റ്റുകളിലും തന്നിട്ടുള്ളത്. സോ നിങ്ങൾ എല്ലാവിധ എയർ ഡ്രോപ്പുകളിലും മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ 2 പ്രൊജക്റ്റുകൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഐഗൻ ലെയറും അതുപോലെ തന്നെ എതർഫയും. അത്യാവശ്യം നല്ല രീതിയിൽ അവർക്ക് ടോട്ടൽ വാല്യൂ ലോക്ക്ഡ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വലിയ രീതിയിലേക്കുള്ള എയർ ഡ്രോപ്പ് നമുക്ക് കിട്ടുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആ 2 പ്രൊജക്റ്റുകൾ നിങ്ങൾ മിസ്സാക്കരുത്. ഒന്നിൽ തന്നെ നമുക്ക് എതേറിയ സ്റ്റേക്ക് ചെയ്യുകയാണെങ്കിൽ 2-നുള്ള എലിജിബിലിറ്റി കിട്ടും. ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ അതാണ് സംസാരിച്ചിട്ടുള്ളത്. കാണാത്ത ആളുകൾ തീർച്ചയായിട്ടും ഇന്നലത്തെ വീഡിയോയും കൂടെ കാണാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അതിനകത്തുണ്ട്. അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് മോഡ് നെറ്റ്വർക്കിൻ്റെ എയർ ഡ്രോപ്പ് ഫാമിംഗ് എങ്ങനെ ചെയ്യാമെന്നുള്ള ബാക്കി കാര്യങ്ങൾ നോക്കാം. ആദ്യം തന്നെ ഇവരുടെ ഇൻവൈറ്റ് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കൊരു ഇൻവൈറ്റ് കോഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൽ ജോയിൻ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സോ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ വാലറ്റും അതുപോലെ തന്നെ ട്വിറ്ററും നിങ്ങളവിടെ കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ആദ്യം വാലറ്റ് കണക്ട് ചെയ്യുക. നമ്മളിവിടെ മെറ്റാമാസ്കാണ് കണക്ട് ചെയ്യുന്നത്. നിങ്ങൾ ഫോണാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും കിവി ബ്രൗസർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ടാസ്കുകൾ കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റും. മെറ്റാമാസ്ക് കണക്ട് ആക്കിയതിന് ശേഷം നിങ്ങളുടെ ട്വിറ്ററും കൂടെ കണക്ട് ആക്കുക. ഇത് രണ്ടും നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ റീസെൻറ്റ് ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ വാലറ്റിലുള്ള എതേറിയം അതുപോലെ തന്നെ എതേറിയം ലെയർ 2ൻ്റെ ഒക്കെ ട്രാൻസാക്ഷന് അനുസരിച്ച് ഒരു പോയിൻ്റ് നമുക്ക് കിട്ടുന്നതായിരിക്കും. എനിക്ക് കിട്ടിയ പോയിൻ്റ് ഞാനിവിടെ കാണിച്ചു തരാം. എൻ്റെ ആക്ടിവിറ്റീസ് അനുസരിച്ച് എനിക്ക് ഏകദേശം ഒരു 271 പോയിൻറ്റ്സാണ് കിട്ടിയിട്ടുള്ളത്. ഇപ്പം നമ്മൾ ഇതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ 4 ദിവസത്തേക്ക് നമുക്ക് ബൂസ്റ്റഡ് ആയിട്ടുള്ള പോയിൻറ്റ്സ് കിട്ടുന്നതായിരിക്കും. സോ ആ 4 ദിവസത്തിനുള്ളിൽ നിങ്ങൾ മാക്സിമം ജോയിൻ ചെയ്ത് വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എത്രത്തോളം പോയിൻറ്റ്സ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഏൺ ചെയ്യുന്നോ അതിനനുസരിച്ചായിരിക്കും നമുക്കിതിൽ എയർ ഡ്രോപ്പും കിട്ടാനായിട്ട് പോകുന്നത്. ഇനി നമുക്ക് അടുത്തായിട്ട് മോഡ് നെറ്റ്വർക്കിലേക്ക് കുറച്ച് എതേറിയം ബ്രിഡ്ജ് ചെയ്യാം. നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എതേറിയം മെയിൻ നെറ്റിൽ നിന്ന് മോഡിലേക്ക് ഇവരുടെ ബ്രിഡ്ജ് ഉപയോഗിച്ച് എത്രയാണോ നിങ്ങളെ കൊണ്ട് അഫോർഡ് ചെയ്യാനായിട്ട് പറ്റുന്നത് അത്രയും എതേറിയം ബ്രിഡ്ജ് ചെയ്യാം. ഒരു $20 to $30 ബ്രിഡ്ജ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യാനായിട്ട് പറ്റും. ഞാനിവിടെ ബ്രിഡ്ജ് ചെയ്യാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 0.005 ഇതേറിയമാണ്. ഏകദേശം ഒരു $10-11 വർത്തായിട്ടുള്ള ഇതേറിയമാണ് നമ്മളിവിടെ ബ്രിഡ്ജ് ചെയ്യാനായിട്ട് പോകുന്നത്. ബ്രിഡ്ജിങ് ഫീസായിട്ട് ഏകദേശം ഒരു $4 വന്നിട്ടുണ്ട്. നമ്മളിവിടെ എതേറിയത്തിൻ്റെ മെയിൻ നെറ്റിലാണ് ട്രാൻസാക്ഷൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് വളരെ വലിയ രീതിയിൽ ഗ്യാസ് ഫീസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമ്മുടെ ബ്രിഡ്ജിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കുറച്ച് സമയത്തിന് ശേഷം നമ്മുടെ മോഡ് നെറ്റ്വർക്കിൽ ഇവിടെ എതേറിയം ആഡായിട്ടുണ്ടാവും. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ മോഡ് നെറ്റ്വർക്ക് നമ്മൾ വേറെ എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൽ നമ്മൾ വാലറ്റ് കണക്ട് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഈ മോഡ് നെറ്റ്വർക്ക് ആക്ടിവേറ്റ് ആവുന്നതായിരിക്കും. സോ ആ ഒരു നെറ്റ്വർക്കിലേക്ക് നിങ്ങൾ സ്വിച്ച് ചെയ്താൽ മാത്രം മതിയാവും. ഇപ്പം എൻ്റെ മെറ്റാമാസ്ക് കൂടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഏകദേശം ഒരു $11 തന്നെ നമുക്കിവിടെ മോഡ് നെറ്റ്വർക്കിൽ വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്ത് തന്നെ കുറേ അധികം പ്രോട്ടോകോൾസ് ഉണ്ട്. കിം എക്സ്ചേഞ്ച്, അതുപോലെ തന്നെ അയോണിക്, അതുപോലെ തന്നെ മോഡ് NS എന്ന് പറഞ്ഞിട്ടുള്ള 3 പ്രോട്ടോകോൾസ് ഇതിൽ ഓൾറെഡി ആക്റ്റീവാണ്. നമുക്കത് 3ഉം ചെറിയ രീതിയിൽ ഉപയോഗിച്ച് നോക്കാം. കിം എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എതേറിയം സ്വാപ്പ് ചെയ്യുന്നൊരു സ്ഥലമാണ്. നമ്മുടെ കയ്യിലുള്ള മോഡ് എതേറിയം നിങ്ങൾ മറ്റേതെങ്കിലും സ്റ്റേബിൾ കോയിൻസിലേക്കോ അല്ലെങ്കിൽ വ്രാപ്ഡ് എതേറിയത്തിലേക്കോ മാറ്റാനായിട്ട് പറ്റും. ഞാനിവിടെ മാറ്റാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ $ലേക്കാണ്. നിങ്ങൾ നിങ്ങളുടെ വാലറ്റ് കണക്ട് ചെയ്യുക. അതിനുശേഷം $ലേക്ക് സ്വാപ്പ് ചെയ്യുക. ഏകദേശം ഒരു $5 അടുപ്പിച്ചാണ് ഞാനിവിടെ സ്വാപ്പ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. സോ അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കിം എക്സ്ചേഞ്ചിലെ ആക്ടിവിറ്റീസ് കഴിഞ്ഞിട്ടുണ്ടാവും. ഇവിടെ പ്രൊസീഡ് ടു സ്വാപ്പ് കൊടുക്കുക. അതിനുശേഷം മെറ്റാമാസ്ക് വാലറ്റിൽ വരുന്ന ട്രാൻസാക്ഷൻ നിങ്ങൾ അപ്രൂവ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടാസ്ക് ഇവിടെ കംപ്ലീറ്റ് ആവുന്നതായിരിക്കും.
ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് രണ്ടാമത്തെ ടാസ്കിലേക്ക് പോവാം. രണ്ടാമത്തെ ടാസ്ക് ആ എയർ ഡ്രോപ്പ് എന്നുള്ള സ്ഥലത്ത് തന്നെ കിടപ്പുണ്ട്. നമ്മുടെ മെയിൻ പേജിൽ വരിക, അതിനുശേഷം എയർ ഡ്രോപ്പ് ക്ലിക്ക് ചെയ്യുക. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും അടിഭാഗത്തായിട്ട് അയോണിക് എന്ന് പറഞ്ഞിട്ടുള്ള അടുത്ത ടാസ്ക് കാണാനായിട്ട് പറ്റും. സോ ഇവിടെ നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലോഞ്ച് ആപ്പ് ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം നമ്മുടെ വാലറ്റ് കണക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ നേരത്തെ സ്വാപ്പ് ചെയ്തിട്ടുള്ള $, ഇവിടെ ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളിവിടെ വന്നു, അതിനുശേഷം വാലറ്റ് കണക്ട് ചെയ്യുന്നു. വാലറ്റ് കണക്ട് ചെയ്തതിന് ശേഷം നമ്മളിവിടെ $, എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. ഓൾറെഡി നമ്മൾ സ്വാപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള $5 നമ്മുടെ കയ്യിലുണ്ട്. ആ ഒരു $, ഇവിടെ നമ്മൾ സപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ്. ഞാനിവിടെ മാക്സ് സെലക്ട് ചെയ്യുകയാണ്. നമ്മൾ നേരത്തെ സ്വാപ്പ് ചെയ്തെടുത്തിട്ടുള്ള ഏകദേശം ഒരു $5 ഇവിടെ നമ്മൾ സപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ്. ഇവിടെ മാക്സ് കൊടുത്തു, അതിനുശേഷം നെക്സ്റ്റ് കൊടുത്തു. സോ പിന്നീട് വരുന്ന ട്രാൻസാക്ഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ അപ്രൂവ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ രണ്ടാമത്തെ ടാസ്കും ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മൂന്നാമത്തെ ടാസ്കിലേക്ക് നീങ്ങാം. മൂന്നാമത്തെ ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഡ് NS അഥവാ നമ്മുടെ പേരിലൊരു ഡൊമൈൻ എടുക്കലാണ്. ഇത് നമുക്കെല്ലാവർക്കും മുന്നേ പരിചയമുള്ള കാര്യമാണ്. സോ നമ്മുടെ വേണ്ട ഡൊമൈൻ ഇവിടെ സെർച്ച് ചെയ്യാം. ഞാനിവിടെ ക്രിപ്റ്റോകിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഡൊമൈൻ എടുക്കാനായിട്ട് നോക്കുകയാണ്. അപ്പം ഒരു വർഷത്തേക്ക് ഏകദേശം $5 ആണ് ഇവിടെ ചിലവായിട്ട് വരുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഡൊമൈൻ എടുത്ത് വെക്കുക. ഞാനത് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ എൻ്റെ കയ്യിലുള്ള ഞാൻ ബ്രിഡ്ജ് ചെയ്ത ഫണ്ട് മൊത്തം തീർന്നു പോയിട്ടുണ്ടായിരുന്നു. സോ ഞാൻ ബാക്കി ഫണ്ട്സ് ആഡ് ചെയ്തിട്ട് ഈ ഒരു ഡൊമൈനും കൂടെ ഇതിൽ മിൻറ്റ് ചെയ്ത് വെക്കുന്നതായിരിക്കും. കറൻ്റ്ലി മോഡ് നെറ്റ്വർക്കിൽ ഈ 3 ടാസ്കുകളാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. സോ ഈ 3 ടാസ്കുകളും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു അതുപോലെ തന്നെ നമ്മളിപ്പം ചെയ്യുന്ന ഈ എക്സ്ട്രാ ടാസ്കുകൾ പോയിൻറ്റ്സും കാര്യങ്ങളും ഒന്നും സൈറ്റിൽ അപ്ഡേറ്റ് ആയിട്ടില്ല. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഇവർ തന്നെ അപ്ഡേറ്റ് ആക്കി തരുമെന്നാണ് നമുക്ക് അറിയാനായിട്ട് പറ്റുന്നത്. സോ ഇത് നല്ലൊരു അടിപൊളി ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. തീർച്ചയായിട്ടും ഇവരുടെ ടോക്കൺ വരുന്ന സമയത്ത് നമുക്കെല്ലാവർക്കും അത്യാവശ്യം നല്ല രീതിയിൽ എയർ ഡ്രോപ്പ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം ചെയ്തു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ ആ വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഫ്രീ എയർ ഡ്രോപ്സിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നതിനെക്കാട്ടും കൂടുതലൊരു പ്രോഫിറ്റബിലിറ്റി ആയിരിക്കും നമ്മൾ പൈസ മുടക്കി ചെയ്യുന്ന എയർ ഡ്രോപ്പിൽ ഉണ്ടാകുന്നത്. കാരണം അതിൽ ഫാം ചെയ്യുന്ന ആളുകൾ കുറവായിരിക്കും. അപ്പം നമുക്ക് കിട്ടുന്ന റിവാർഡും അതിനനുസരിച്ച് കൂടുതലായിരിക്കും. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം. അപ്പം നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.